ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ. ശിവപുരാണം കഴിഞ്ഞ ദിവസം ശിവയോഗി മാഹാത്മ്യം ആണ് വായിച്ചിരുന്നത്. അതിൻ്റെ തുടർച്ച ഇപ്പോൾ കേൾക്കാം. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം നമഃ ശിവായ. ശിവയോഗി മാഹാത്മ്യം തുടർച്ച. അവളുടെ മധുരമായ സംഭാഷണവും വശ്യതയാർന്ന പെരുമാറ്റവും എല്ലാവരിലും ആദരവുണർത്തി. ചന്ദ്രബിംബം പോലെ സുന്ദരമായ ആ താരുണ്യത്തിടമ്പിൻ്റെ വദനപത്മം രാജകുമാരന്മാരുടെ ഹൃദയങ്ങളിൽ പ്രണയപുഷ്പങ്ങൾ വിടർത്താൻ തക്ക വശ്യതയാർന്നതായിരുന്നു. അവളുടെ സുസ്മേരവദനത്തെ ഒരു ദർശന സൗഭാഗ്യമായി യുവാക്കൾ കരുതി. ഭദ്രായുസ് എന്ന ബാലകൻ വൈശ്യപ്രമുഖൻ്റെ ഗൃഹത്തിൽ ആരോഗ്യവാനായി വളർന്നു. വൈശ്യൻ്റെ പുത്രനോടൊപ്പം അവൻ കളിച്ചും പഠിച്ചും വളർന്നു. 5 വയസ്സ് പ്രായമായപ്പോഴേക്കും ആചാരവിധിപ്രകാരം ഉപനയനം നടത്തി. തുടർന്ന് വിദ്വാൻമാരായ ബ്രാഹ്മണരെ വരുത്തി വിദ്യാഭ്യാസം ചെയ്യിച്ചു. വൈശ്യൻ്റെ മകനും ഭദ്രായുസും വളരെ വേഗം ഗുരുക്കന്മാർ പഠിപ്പിച്ചതെല്ലാം ഹൃദിസ്ഥമാക്കി. ബുദ്ധിസാമർഥ്യത്തിലും ബിരുദു കാട്ടിയിരുന്നതിനാൽ തേരോട്ടം, കുതിരസവാരി, ഗജരാജൻ്റെ പുറത്തിരുന്നു കൊണ്ട് യുദ്ധം ചെയ്യൽ, മറ്റുള്ള യുദ്ധതന്ത്രങ്ങൾ തുടങ്ങിയവ അവരെ അഭ്യസിപ്പിച്ചു. എല്ലാത്തിലും കുമാരന്മാർ അവരുടെ ജന്മസിദ്ധമായ വൈഭവം തെളിയിച്ചു. അങ്ങനെ ജീവിച്ചു പോരവേ ഋഷഭൻ എന്ന ശിവയോഗി അവിടെ വന്നു ചേർന്നു. അദ്ദേഹം ഭദ്രായുസിനോട് പറഞ്ഞു, കുമാര, എൻ്റെ അടുത്തേക്ക് വരൂ. ഞാൻ ആരാണെന്ന് കുമാരന് മനസ്സിലായോ? അതീവ സുന്ദരനായ ഹേ രാജപുത്ര, ഞാനാണ് നിനക്ക് ജീവൻ നൽകിയ യോഗി. രോഗബാധിതനായി മരിച്ച നിന്റെ മാതാവിനെ ദുഃഖത്തിൽ നിന്നും മുക്തയാക്കാൻ വേണ്ടിയാണ് ഞാൻ നിനക്ക് ജീവൻ പ്രദാനം ചെയ്തത്. പരബ്രഹ്മസ്വരൂപനായ ശ്രീ പരമേശ്വരൻ്റെ അപാരമായ കൃപ കൊണ്ട് മാത്രമാണ് നീ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ശിവയോഗിയുടെ വാക്കുകൾ കേട്ട രാജകുമാരൻ ആ യോഗീശ്വരൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. പിന്നീട് എഴുന്നേറ്റ ശേഷം അഞ്ജലിബദ്ധനായി അദ്ദേഹത്തിൻ്റെ അരികത്തു തന്നെ നിലകൊണ്ടു. ആ മഹായോഗീന്ദ്രനോടുള്ള ഭക്തിയാൽ നയനങ്ങളിൽ നിന്നും ബാഷ്പകണങ്ങൾ അടർന്നു വീണു. രാജ്ഞിയുടെ വിനയാന്വിതമായ അപേക്ഷപ്രകാരം കാരുണ്യക്കടലായ ആ യോഗിവര്യൻ കുമാരന് വേണ്ട സാത്വികോപദേശം നൽകി. ഹേ രാജകുമാര, നീ ഒരിക്കലും അസത്യം പറയരുത്. സത്യം പരിപാലിക്കുക എന്നത് പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ സദാശിവന് പ്രീതിയുണ്ടാക്കുന്നതാണ്. ബ്രഹ്മം എന്നത് സത്യം തന്നെയാണെന്ന കാര്യം ഒരിക്കലും മറന്നു പോകരുത്. സത്യത്തിലാണ് ഭൂമിയും സാഗരവും ചന്ദ്രന്മാരും താരഗണങ്ങളും നിലകൊള്ളുന്നത്. അതിനാൽ സത്യത്തേക്കാൾ മഹത്തരമായി ഈ അണ്ഡകടാഹങ്ങളിൽ മറ്റൊന്നും തന്നെയില്ല. മനസ്സിനെ പരിശുദ്ധമായ ഒരു ശ്രീകോവിലായി കരുതി അവിടെ ശ്രീ പരമേശ്വരൻ്റെ സുന്ദര രൂപത്തെ കുടിയിരുത്തണം. അതിനാൽ അഹങ്കാരം അല്പം പോലും പാടില്ല. എല്ലാവിധ പാപങ്ങളിൽ നിന്നും നീ ഒഴിഞ്ഞു നിൽക്കണം. ശത്രുക്കൾ ആരായാലും അവരോട് തോൽക്കാൻ ഇടവരരുത്. ഒരു കാര്യത്തിലും അധർമ്മം പാലിക്കരുത്. കുറ്റം ചെയ്യാത്ത നിരപരാധികളെ യാതൊരു സന്ദർഭത്തിലും ശിക്ഷിക്കരുത്. അവരെ ശിക്ഷിച്ചാൽ അത് പാപപങ്കിലമായ ജീവിതമാകും. മനസ്സിൽ ഒരു വിധത്തിലുമുള്ള കളങ്കവും പാടില്ലാത്തതാണ്. സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ സ്നേഹാദരങ്ങളോടൊപ്പം ഗൗരവവും ഉണ്ടായിരിക്കണം. സാധുക്കളോട് വളരെ കാരുണ്യത്തോടെ വേണം പെരുമാറേണ്ടത്. ശത്രുവിനോട് ഒരിക്കലും തമാശ പറയുവാൻ മുതിരരുത്. മനസ്സിൽ നിന്നും ഏത് സന്ദർഭത്തിലായാലും ധൈര്യം ചോർന്നു പോകാൻ പാടില്ല. ഒരാളെയും വഞ്ചിക്കരുത്. കാമവും ക്രോധവും കൊടിയ ശത്രുക്കളായതിനാൽ അവയെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. എത്ര സുന്ദരിയായ സ്ത്രീയായാലും ഒരിക്കലും അവൾക്ക് വശംവദനാകരുത്. ഗുരുക്കന്മാരെ സാക്ഷാൽ ഈശ്വരന് തുല്യമായി കരുതണം. അതുകൊണ്ട് അവരുടെ വാക്കുകളിൽ അവിശ്വസിക്കുകയോ ധിക്കരിക്കുകയോ ചെയ്യരുത്. അന്യൻ്റെ ധനം അപഹരിക്കുവാനുള്ള ആഗ്രഹം ഒരിക്കലും ഉണ്ടാകരുത്. സുഖാനുഭവങ്ങളിൽ ആശ വെച്ചുകൊണ്ടുള്ള ജീവിതം ശോഭനീയമായിരിക്കില്ല.
ഈശ്വരഭക്തന്മാരിലും ഉറച്ച വിശ്വാസമുണ്ടായിരിക്കണം. ശിവയോഗിയുടെ വാക്കുകൾ കേട്ടുതിന്ന കുമാരൻ്റെ വദനാരവിന്ദം വിടർന്നു. യോഗിവര്യൻ്റെ ആധ്യാത്മിക പ്രഭാഷണം തൻ്റെ ജീവിത നൗകയെ സത്യധർമ്മങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടെത്തിക്കുമെന്ന വിശ്വാസം അവൻ്റെ അകതാരിൽ നാമ്പിട്ടു. കരുണയോടെ നോക്കിയിരുന്ന ഋഷഭയോഗി വീണ്ടും പ്രഭാഷണത്തിലേർപ്പെട്ടു. ജനങ്ങളുടെ അഭിലാഷമനുസരിച്ചായിരിക്കണം രാജാവ് ഭരണം നടത്തേണ്ടത്. സമ്പത്ത് ദാനം ചെയ്യണം. പ്രജകൾ പട്ടിണി കിടക്കുമ്പോൾ രാജാവ് സുഖിച്ച് ജീവിക്കുന്നത് ധർമ്മമാവില്ല. ഒരു രാജാവ് അധികം സംസാരിക്കരുത്. ചൂതുകളി, ചതുരംഗം, നായാട്ട്, മദ്യപാനം എന്നീ വിനോദങ്ങൾ രാജാവിന് ഭൂഷണമല്ല. രാത്രിയും പകലും വിജനമായ ദിക്കിൽ രാജാവ് ഇരിക്കാൻ പാടില്ലാത്തതാണ്. പാർവതീകാന്തനായ ശ്രീ പരമേശ്വരനെ സദാ മനസ്സിൽ സ്മരിക്കണം. ആ വിശ്വനാഥൻ്റെ തിരുനാമം എപ്പോഴും നാവിൻ തുമ്പിൽ വിളയാടണം. നിത്യവും പ്രഭാതത്തോടെ എഴുന്നേറ്റ് സ്നാനാദി കർമ്മങ്ങൾക്ക് ശേഷം പൂജാമുറിയിലിരുന്ന് ശ്രീ ശങ്കരനെയും ജഗദീശ്വരിയായ ഭവാനി ദേവിയെയും ആരാധിക്കണം. വിവിധ പുണ്യമാർഗങ്ങളിലൂടെ വന്നു ചേർന്ന കീർത്തി കൊണ്ട് ത്രിലോകങ്ങളിലും അതിൻ്റെ മഹിമ പരത്തി ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ പടിയിലെത്തണം. കാലം, ദേശം, സ്ഥിതിഗതി ഇവയെക്കുറിച്ച് എപ്പോഴും വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. ധനശേഷി അനുസരിച്ച് നിത്യവും അന്നദാനം നടത്തണം. വസ്ത്രം, സ്വർണം തുടങ്ങിയ ദ്രവ്യങ്ങളും പൂജനീയരായവർക്ക് ദക്ഷിണയും കഴിവിനനുസരിച്ച് ചെയ്യണം. കുമാര, ഒരു രാജാവിനെ ആശ്രയിച്ചു വരുന്നവരെ നിശ്ചയമായും സംരക്ഷിക്കേണ്ടതാണ്. ഈ പറഞ്ഞതിലെല്ലാം വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് പരമേശ്വരനെ പൂജിക്കുക എന്നതാണെന്ന് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കണം. ദിവസവും മഹാദേവനെ ധ്യാനിക്കുന്നവരുടെ സകല കർമ്മവും ഫലപ്രാപ്തിയിലെത്തും. അത്യന്തം ശുഭപ്രദവും സകല ദുരിതങ്ങളും നീക്കുന്നതുമായ ശിവകവചം നീ പഠിച്ചുകൊള്ളുക. അത് ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും. ഇപ്രകാരം നിർദ്ദേശിച്ച ശേഷം ശിവയോഗി ഭദ്രായുസ്സിന് ശിവകവചം ഉപദേശിച്ചു കൊടുത്തു. കൂടാതെ ചന്ദ്രപ്രഭയെ വെല്ലുന്ന ശംഖുകൊണ്ട് തീർത്ത ഒരു വാളും സമ്മാനമായി നൽകി. അനന്തരം ഭസ്മം ജപിച്ചിട്ട് ബലവാന്മാരായ 3000 ഭടന്മാരെയും സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു: ഹേ രാജകുമാര, നിന്റെ ശംഖനാദം കേട്ടാൽ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന യോദ്ധാക്കൾ ബോധം കെട്ടു വീഴും. നാം നിനക്ക് സമ്മാനിച്ച വാളു കണ്ടാൽ ശത്രുക്കൾ ഭസ്മമായി തീരും. കൂടാതെ നിനക്ക് എല്ലാവിധ വംശാദി ബുദ്ധിയും സൈന്യശക്തിയും ജനപ്രീതിയും ധാരാളം സമ്പത്തും ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇവയെല്ലാം തന്നെ ജഗദീശ്വരൻ്റെ അപാരമായ കൃപ കൊണ്ടാണ് വന്നു ചേരുന്നതെന്ന പരമാർത്ഥം നീ അറിഞ്ഞ് ശിവാരാധന നടത്തിക്കൊള്ളണം. ഇപ്രകാരം പ്രവചിച്ച് ഭദ്രായുസ്സിനെ അനുഗ്രഹിച്ച ശേഷം ശിവയോഗി യാത്രയായി. ഭദ്രായുസ്സിന് തൻ്റെ ജന്മം ധന്യമായതായി അനുഭവപ്പെട്ടു. അക്കാലത്ത് ദശാർണ രാജാവായ വജ്രബാഹുവിനെ ശത്രുക്കൾ ആക്രമിക്കുകയും യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ അധീനതയ്ക്ക് ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ മുഴുവനും കൈയടക്കുകയും ചെയ്തു. വ്യാപാര കേന്ദ്രങ്ങൾ ശത്രുസൈന്യം കൊള്ളയടിച്ചു. സുന്ദരികളായ തരുണീമണികളെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി. കൊട്ടാരങ്ങളും ഉയർന്ന ഗോപുരങ്ങളും അവർ കൈയടക്കി. ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞ വജ്രബാഹു സൈന്യസമേതം വന്ന് ശത്രുക്കളോട് ഏറ്റുമുട്ടി. ഉഗ്രമായ യുദ്ധത്തിൽ അവശനായി തീർന്ന വജ്രബാഹു പരാജിതനായി പിന്തിരിയാനൊരുങ്ങിയപ്പോൾ മഗധ രാജാവ് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ബന്ധനസ്ഥനാക്കി. ഒപ്പം അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിമാരെയും തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോയി തുറുങ്കലിലടച്ചു. ദശാർണ രാജാവിനെ ശത്രുക്കൾ ആക്രമിച്ച് കീഴടക്കിയ വിവരം ഭദ്രായുസ് അറിഞ്ഞു. ഉടൻ തന്നെ ആത്മമിത്രമായ വൈശ്യപുത്രനോടൊപ്പം ദശാർണൻ്റെ കൊട്ടാരത്തിലെത്തി. ശത്രുക്കളുടെ മനസ്സിനെ കിടിലം കൊള്ളിക്കുന്ന ശംഖും വാളും എടുത്തുകൊണ്ട് അവർ നഗരത്തിലെത്തി. മഗധ രാജാവ് കാണിച്ച കൊടിയ വഞ്ചനയ്ക്ക് പകരം വീട്ടണമെന്ന നിശ്ചയത്തോടെ ഭദ്രായുസ് അയാളെ പോരിന് വിളിച്ചു. ആ പോർവിളി സ്വീകരിച്ചുകൊണ്ട് മഗധ രാജാവ് യുദ്ധത്തിന് വന്നു. വൈശ്യേന്ദ്രപുത്രൻ തേരാളിയായി. യുദ്ധം അത്യന്തം ഭീകരവും ഭയാനകവുമായി മാറി. ഭദ്രായുസിൻ്റെ അസ്ത്രങ്ങൾക്കു നേരെ പൊരുതി നിൽക്കാൻ കെൽപ്പില്ലാതായ മഗധ രാജാവ് തിരിഞ്ഞോടി.
രാജകുമാരൻ ശിവയോഗി അനുഗ്രഹിച്ചു നൽകിയ വാളെടുത്ത് പടവെട്ടി തുടങ്ങിയപ്പോൾ മഗധരാജാവിൻ്റെ സൈന്യത്തിൽപ്പെട്ട അനേകം പേർ മരിച്ചു വീണു. ശേഷിച്ചവർ ജീവനും കൊണ്ടോടി. അതോടെ കുമാരൻ വിജയശ്രീലാളിതനായി ശംഖനാദം മുഴക്കി. അനന്തരം തൻ്റെ പിതാവിനെയും അമ്മമാരെയും തടവറയിൽ നിന്നും മോചിപ്പിച്ചു. മഗധരാജാവിനെയും മന്ത്രിമാരെയും ബന്ധനസ്ഥരാക്കി. ശേഷിച്ച സൈന്യത്തെ മുഴുവനും ദശാർണ രാജ്യത്തേക്ക് കൊണ്ടുപോയി. ഭദ്രായുസ് തൻ്റെ പിതാവിനെ രാജസിംഹാസനത്തിൽ വാഴിച്ചു. പട്ടണം ഇന്ദ്രപുരിക്ക് തുല്യം ആകർഷകമാക്കി. അതിനുശേഷം ബഹുമാനങ്ങളോടെ അദ്ദേഹം ശിവകവചം ജപിച്ചു. പിന്നെ ശിവാരാധന നടത്തുകയും ചെയ്തു. പിന്നെ ഭദ്രായുസ് തൻ്റെ പിതാവിനെ നമസ്കരിച്ചു. ഭദ്രായുസിൻ്റെ ഇത്തരം പ്രവൃത്തികൾ കണ്ട ജനങ്ങൾ അത്ഭുതപരതന്ത്രരായി. അദ്ദേഹം ഇന്ദ്രനോ വൈകുണ്ഠനാഥനായ ശ്രീഹരിയോ ആയിരിക്കുമെന്നവർ കരുതി. വജ്രബാഹു സ്നേഹാധിക്യത്തോടെ പറഞ്ഞു, സമർത്ഥനായ രാജകുമാര, അങ്ങ് ആരാണെന്ന് നമുക്കിനിയും മനസ്സിലായില്ല. ശത്രുക്കളുടെ പീഡനത്തിന് ഇരയായ എന്നെ മോചിപ്പിച്ച് വീണ്ടും രാജാവാക്കി വാഴിച്ചു. എന്തിനു വേണ്ടിയാണ് അങ്ങ് ഇത്തരമൊരു ഉപകാരം ചെയ്തത്? ഇതെല്ലാം അത്ഭുതകരമായി എനിക്ക് തോന്നുന്നു. അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഞാൻ അശക്തനാണ്. അതുല്യമായ യുദ്ധപാടവം അങ്ങേക്കുണ്ട്. അങ്ങയെ മുമ്പൊരിക്കലും നാം കണ്ടതായി ഓർക്കുന്നില്ല. ഒരു ദൈവദൂതനെ പോലെ ഇവിടെ വന്ന് എന്നെ രക്ഷിച്ച അങ്ങ് ആരാണെന്ന് വ്യക്തമാക്കാൻ ദയവുണ്ടാകണം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ഭാഗത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിലൂടെ കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. താങ്ക് യു.